നിമിമോളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കൂട്ടത്തിലെ ഒരു കുട്ടി പട്ടാളം സാരി ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. നമുക്ക് ഇൻഷാല്ലാ അങ്ങനത്തെ ജീപ്പ് എടുക്കണം. അപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് ഒരു ഗിഫ്റ്റിലാ എന്തെടുക്കണേ ഇയറിങ്ങോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ അല്ലേ, നമ്മളെ ഒരു കൂട്ടുകാരന്റെ കുട്ടിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ നെമി അല്ലേ, നെമി അല്ലേ? നെമിമോളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോ അവന്റെ ഉപ്പാന്റെ ഫ്രണ്ട്സും എല്ലാരും ഞങ്ങളെ വൈഫും എല്ലാരും കൂടെ കൂടിയിട്ട് നിലമ്പൂര് സ്മൈൽ വെച്ചിട്ടുണ്ട്. സ്മൈലി പറഞ്ഞ ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഒരു ഫുഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് വൈകുന്നേരം ചെറുതായിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൂടുന്നുണ്ട്. അപ്പോൾ ആ ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഈ വീഡിയോ തുടരും അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കൂട്ടത്തിലെ ഒരു കുട്ടി പട്ടാളം സാരി ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. മറ്റേ ഓണപ്പരിപാടിക്ക് പോയതാണ്. അവിടുന്ന് പോരാൻ കുടുങ്ങിയാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓളെ പോയി പിക്ക് ചെയ്യണം, അവളെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പോകാൻ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള എല്ലാം ഞങ്ങൾ ഇതിൽ കാണിക്കും. അല്ലേ റിനോ? റിനോടെ ഉണ്ട്. റിനൊക്കെ ഫുൾ ഓണാണെന്ന്. ഓക്കെ. എടാ നല്ല മഴ പെയ്തില്ല. അപ്പോൾ എത്ര മണിക്ക് ശരിക്കും പ്രോഗ്രാം പറഞ്ഞാണ്? 7 മണിക്കോ 7:00? ഇപ്പൊ സമയം കറക്റ്റ് 6 മണി കേട്ടോ. 6 മണി സമയം 6:57. ഞങ്ങള് ഹിമന്റെ വീട്ടിൽ നിന്ന് അവളെ എടുത്ത് ഈ നിലമ്പൂർ പോയി അവർക്കുള്ള ഒരു ഗിഫ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ കൂടി, ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ടൊരു ഗിഫ്റ്റ് നൽകുന്നുണ്ട്. അപ്പോൾ നിലമ്പൂർ പോയിട്ട് എടുത്തിട്ട് വേണം അവൻ്റെ അടുത്തേക്ക് എത്താൻ. ചെറിയ ടാസ്ക് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ചെറിയ ബ്ലോക്ക് ഉണ്ട്, ചെറിയൊരു മഴയുണ്ട്, ചാറ്റിൽ മഴയുണ്ട്. മറ്റേ ദുൽഖറൊക്കെ അടിപൊളിയൊക്കെ ഉഷാറായിക്കണേ. കട്ടൻ ചായ ഇവിടെ കിട്ടിയാൽ കഴിഞ്ഞേ. അപ്പം ഞങ്ങൾ ആ ഒരു ഓളത്തിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ എത്തുള്ളത് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ടൗണിൽ നിന്ന് പോന്നിട്ട് ഇവിടെ അല്ലത്. ഇത് മറ്റേ ടൗണിലാണോ ആളെ വീട്? ടൗണിലാണ് എന്താ പാണ്ടിക്കാടോ? ഇതാണ് പാണ്ടിക്കാട്. പാണ്ടിക്കാടിന്റെ ഭാഗമാണിത്. പാണ്ടിക്കാട് അവര് പറഞ്ഞ കറക്റ്റാണോ? മറ്റേ കൂലി തെരഞ്ഞെടുത്തപ്പോ കിട്ടിയാറൊക്കെ അത്രയും കാട്ടുണ്ട്. ഇതൊരു കാട്. സത്യത്തില് കറക്റ്റ് സ്ഥലത്തിന് വരുന്നതാ ചെമ്പ്രശ്ശേരിക്കാര് പൊറുക്കണം. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. ഇത് ഞങ്ങള് ഹിമനെ മാത്രം ഉദ്ദേശിച്ചു. അവക്ക് ഓളവിടെ വരുമ്പോ ഞങ്ങളോട് എന്താണ് സിറ്റി ടൗണ് മെട്രോ മാത്രം ഇല്ലാത്തുള്ളൂ. ബാക്കി ബസ് ഇവിടെ പറക്കലാന്നൊക്കെ ഓളിവിടെ ഈ സ്കൂളിൽ പഠിപ്പിക്കണേ. എവിടെ? കൊടശ്ശേരി സ്കൂൾ. അപ്പൊ ഓക്ക് അവിടെ നിന്ന് വരുമ്പോ ബസ്സില്ല. എന്തൊക്കെ വൈകുന്നേരം ആകുമ്പോത്തിന് പ്രശ്നങ്ങളൊക്കെ കേൾക്കേണ്ടി വരോ. ഇത് ഓള് നിൽക്കുന്ന വീട് പറഞ്ഞാല് എങ്ങോട്ടോ ഓളിൽ പോയിട്ട് ഇവിടെ ബസ്സും വണ്ടി ഒന്നും കാണാൻ തന്നെ അല്ല. അപ്പൊ ഇവിടെ ഞങ്ങളെ പൊങ്കാല ഇടരുത്. ഇവിടുത്തെ ആൾക്കാര് ഞങ്ങള് ഓളെ മാത്രം ഉദ്ദേശിച്ച് പറയണത്. അതുകൊണ്ട് ബാക്കിയുള്ളവർ വന്ന് ഞങ്ങൾ പൊങ്കാലടാൻ നിൽക്കരുത്. ഈ ജീപ്പ് കൊടുക്കുവോ? അജ്മല് കാണേണ്ട ജീപ്പാണത്. നമ്മള് ഫുൾ ബർത്ത്ഡേക്ക് ഹിമയൊന്ന് പോരാണ്ടെന്ന് ജീപ്പ് കിട്ടുന്ന ജീപ്പ്. പ്രണോബുമായിട്ട് മുട്ടിയെ കിട്ടും. പ്രണോബിന്റെ വൈഫ് വീട്ടിലത്തെ വണ്ടിയാണ്. ഇവിടെ ഒന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇത് സൂപ്പർ വണ്ടി. പണി ഇടിപ്പിച്ച പോലെ സെറ്റാക്കി എടുത്ത് പോവാം. ഒന്ന് വന്ന് നോക്ക്. പ്രണവുമായിട്ടൊന്ന് മുട്ടിയേക്കോട്ടോ. പ്രണവിനെ രാവിലെ ഒന്നും കോണ്ടാക്ട് ചെയ്യാം. ഇതൊന്ന് മുട്ടിയേക്ക്. ജീപ്പ് എങ്ങനെ നോക്കിയാ? ജീപ്പ് ജീപ്പല്ലേ? നമുക്ക് ഇൻഷാല്ലാ അങ്ങനത്തെ ഒരു ജീപ്പ് എടുക്കണം കേട്ടോ. പോലെ നമുക്ക് വാ കമോ. ഇത് മോഹൻലാലാണ്. ഇതിപ്പോ പറഞ്ഞ ആൾക്കാർ കൊണ്ടുപോകുന്നത്. വണ്ടി മൊത്തം വെച്ചാലോ കോവിഡ് ടൈമിൽ ഓട്ടുന്നില്ല. അപ്പൊ പറഞ്ഞു എന്നാ വയസ്സിലിട്ടായിരുന്നു. അപ്പൊ തന്നെ ഇട്ടു. അപ്പൊ തന്നെ വണ്ടി ഇറങ്ങി 5:10 വണ്ടിക്കുള്ള 3:60 12 വർഷം കഴിഞ്ഞിട്ട് 3:60. അതിന് പഴയ വണ്ടി എടുപ്പ് കൊണ്ടുപോകാൻ ആൾക്കാര് പണി എടുപ്പിച്ച കൊണ്ടുപോവാ. പോലെ നമുക്ക്
എവിടെയും കൊണ്ടുപോയി അനക്ക് മറ്റേ സാരി എടുക്കാറിയോ? ഹിമ്മനോട് ചോദിച്ചേ, ഹിമ്മേ ഇന്ന് ഓണത്തിന് സാരി ഒക്കെ എടുത്തില്ല പോയിക്കണ്? ഇന്ന് ഓണ വിശേഷങ്ങൾ പറഞ്ഞ സ്കൂളത്തെ ഓണ വിശേഷങ്ങള്. എൻ്റെ അമ്മ ആഗ്രഹം ഒരു സാരി എടുക്കാൻ വേണ്ടിട്ട് മണിക്കൂറോളം നടക്കണമെന്ന് കറങ്ങിയെന്ന് പറഞ്ഞേ. സത്യം പറയാം, എന്തേനവസ്ഥ? എന്തേ അല്ല സാരി എടുത്ത് സ്കൂളിൽ പോയപ്പോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. സ്കൂൾക്കോ ഓണപ്പരിപാടി ആദ്യത്തില്ല ഓണ് ടീച്ചറായിട്ട് ഫസ്റ്റ് ടൈം ഓണം അന്ന് ഓണുണ്ടായിരുന്നു. എന്നാലും ഇപ്പൊ ടീച്ചറായിട്ട് ഇപ്പൊ കുട്ടികളുടെ ഇടയ്ക്ക് ഫസ്റ്റ് ടൈം അല്ലേ സാരി എടുത്ത് പോണ്? പറയുന്നത് സത്യമാണോ പറയുന്നത്? അവള് സ്കൂൾക്ക് സാരി എടുത്ത് പോയിക്കണ് ട്രെയിനിങ് പീരീഡില്ല. പക്ഷെ ഇന്നൊരു അമ്മ എന്താ പറയുക ആകെ കുടുങ്ങി ആകെ വരയ്ക്കാണ്. പക്ഷെ എന്റെ അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് സാരി ഓളൊറ്റക്ക് കൊടുക്കും. ആയിക്കോട്ടെ, ഞങ്ങളെ കൊടുത്ത ഓണത്തിന് ഞങ്ങൾ സാരി എടുക്കും. എന്തോ എടുക്കാം. ഞാനല്ല ഞാൻ എടുത്തരാ. പിന്നെ നോക്കിയാ എന്നാ സ്കൂൾ ഓണ പരിപാടികൾ പറയാം. എന്താ കുട്ടികളുടെ അഭിപ്രായം? ടീച്ചർ മലർ മിസ്സായിന്ന് മലർ മിക്സ് മലർ മിസ്സായ എന്താ കോളേജ് സ്കൂൾ കുട്ടികൾ മലർ മിസ്സാക്കൂല? ഫുഡ് അങ്ങനെ സദ്യ ഉണ്ടായിരുന്നു. സദ്യ പിന്നെ എന്തൊക്കെയാ? ചിക്കൻ പീസ്, നല്ലൊരു ഓണായിട്ട് ചിക്കൻ പീസ് ഒക്കെ വെച്ചോടേ. പിന്നെ വടംവലി ഉണ്ടായിരുന്നു, കസേരകളി, പിന്നെ ബോൾ പാസിങ്, അങ്ങനെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ടീമാണ് ആരുടെ ടീമാണ് ജയിച്ചത്? തോറ്റിളിമ്പിട്ട് ഞങ്ങളുടെ ടീം ജയിച്ചത്. മോൾ നമുക്ക് നിങ്ങള് വരുത്ത ഓണത്തിന് നമുക്ക് ഗെയിം എന്തെങ്കിലും വെച്ചാലോ? ഒരു രണ്ട് മൂന്ന് ഗെയിം നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാരും ഉണ്ടാവും. അപ്പൊ ഒരു 2-3 ഗെയിം പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് വടംവലി നടക്കും കയറില്ല നോക്കാം. നമുക്ക് അതിന് വടം കിട്ടുക കേട്ടോ. റിനോ ഇഞ്ച കുഞ്ഞ് ഏതൊക്കെ പരിപാടിക്ക് പങ്കെടുക്കുമെന്ന് പറഞ്ഞു? നാരങ്ങ സ്പൂൺ പരിപാടി ഫസ്റ്റ്. ഓക്കെ, പിന്നെ ഓക്കെ ഞങ്ങള് വടംവലി, ഞങ്ങള് മൊത്തം ചെക്കന്മാര് വടംവലി. അപ്പൊ ഷായില് നമ്മള് ചെക്കന്മാരെ എല്ലാരും വിളിച്ചിട്ട് നമുക്ക് ഒരു 2 ഗെയിമും പാടെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇൻഷാല്ലാ ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മള് ഓണം കളറാക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ടാസ്ക് തന്നെ ഫുൾ ആയിട്ടില്ല. ഞങ്ങളിപ്പോ ഇനി നേരെ ഞങ്ങള് പോണത് നമ്മൾ ഉദ്ദേശിച്ച ഗിഫ്റ്റ് വാങ്ങണം. ഗിഫ്റ്റ് വാങ്ങാന് കുറച്ച് ടൈം ഞങ്ങൾക്ക് അവിടെ വീണ്ടും സ്പെൻഡ് ആവും അല്ലേ? റീനമോക്ക് ഒരു ഷോളും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ രണ്ടും കൂടെ വാങ്ങാനുള്ളൊരു പോക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നിയാസ്കാക്ക ചൂടാറിന് മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണം. അത് ഈ കാട്ടിന്ന് ഞങ്ങൾ പുറത്തിറങ്ങണ്ട, ആദ്യം നാട്ടിലോട്ട് എത്തിട്ടെ. ഹീമന്റെ നാടാണതേ കേട്ടോ. ഇതാണെന്നല്ലേ പറയും. അല്ല ഇവിടെ നിർത്തോളൂ, ഇപ്പൊ തിരക്കൊന്നുമില്ലല്ലോ. അപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് ഒരു ഗിഫ്റ്റില്ല, അത് മലബാറിന്ന് ഒരു സാധനം ചെയ്ത് കൊടുക്കാം. വാ, പിന്നെ എന്തെടുക്കണേ? ഏതാ വേണ്ടി അറിയുന്നു? ചെറിയൊരു ഡയമണ്ട് അല്ലേ? നമ്മള് എന്താ ഈ സാധനം പർച്ചേസ് ചെയ്തു. പണം അതൊരു ഓക്കെ. അപ്പൊ ഈമേ പണം ഒരു കാരണം പൈസ ഉണ്ടല്ലോ, പെണ്ണുപിട്ടാട്ടുണ്ട്, എറിഞ്ഞിത്താത്തുണ്ട്. ഇവിടെ പോലീസുകാരുണ്ടാവുമ്പോ ഞങ്ങൾക്ക് എന്ത് പേടി അല്ലേ? ഓക്കെ, അപ്പൊ ആക്കണേ ഗിഫ്റ്റ്. കൊണ്ട് പോയി ചെറിയൊരു കമ്മലൊക്കെ വാങ്ങി, നല്ല ക്യൂട്ടായിട്ടുള്ള കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി അവിടെ എല്ലാവരും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ചെല്ലുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, ഇത് കൊടുക്കുന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. ഞങ്ങൾ മെയിൻ ഫുഡാണ്, ഞങ്ങൾ ലക്ഷ്യം മെയിൻ ഫുഡാണ്. അതിൽ കുറച്ച് ആൾക്കാരുടെ ഫുഡിനായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്.
ആ അതാ കോളൊന്നും എടുക്കണ്ട, അവിടുന്ന് കോളിങ്ങനെ വന്ന് എടുക്കണ്ടേ. അബിയേ അതാ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നേ. മലബാർ ഓക്കെ ഓക്കെ അതാണ് എത്തിയപ്പോ 2 മിനിറ്റ്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ കോളൊന്നും എടുക്കണ്ട, എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് എല്ലാവരും കൂടെ കൂട്ടിയിട്ടൊരു വീഡിയോ അല്ല ഫുൾ ആക്കിയിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നതാണ്. പൊളിക്കും. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാരും അവിടെ കാത്ത് കാണുന്നു. എല്ലാം അവിടെ വെയിറ്റിങ്. നിയാസ് പപ്പയുടെ ഒരു നാടകം ഉണ്ടാവും അവിടുത്തെ. നിയാസ് മോനെ നിയാസ എന്തൊക്കെ പരിപാടി? എന്തൊക്കെ നിയാസ? നല്ലൊരു പരിപാടിയാണ്. ഓക്കെ ഇതിനിടയിൽ ഞങ്ങൾ ഒരു കൂട്ടുകാരൻ്റെ കുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ, അവൻ്റെ ഹെഡ് പൊട്ടിയിട്ടുണ്ട്, ചെറിയൊരു മുറി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പോയി വരുന്നത് വരെ ഞങ്ങളിവിടെ ഹോൾഡ് ചെയ്യണം. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അഫിയ പറ എൻ്റെ ഇന്നത്തെ ദിവസത്തിന് ഒരു ഹാപ്പി പറ. ഒരു ഉമ്മാന്റെ സന്തോഷം പറ. ഹാപ്പി അടി മുതൽ 7-ാം തീയതി എന്റെ കല്യാണത്തിന് അന്ന് LED പ്ലായ ഷാഹിൻ പപ്പുവിനെ കൊണ്ടുവരാൻ വേണ്ടി 2 ആൾക്കാർ പൾസർ വരും. പപ്പു ഇത് കേക്കണം, ഷാഹിൻ അജിത് കേക്കണം. അനക്ക് വേണ്ടി രാവിലെ ഇവര് 2 ആളോടെ ഒന്ന് കാവലിക്കും. നൻപണ്ട വണ്ടിയില്ലാത്തവളെ എന്നിട്ട് ഇവര് ഞാൻ 8 ബസ്സിന് പോകുമ്പോ പ്രണൂപ്പൊക്കെ നിർത്തും ഇങ്ങനെ എന്നിട്ട് ഷാഹിനെ പപ്പുനെ ഷാഹിന് ഞങ്ങൾ ഷാഹിന് ഡീഗ്രേഡ് ഞങ്ങൾ പറഞ്ഞ ഡീഗ്രേഡ് അല്ല ഷാഹിന് വേണ്ടിട്ട് നിങ്ങൾ അങ്ങനെ നിൽക്കണെന്ന്. ഷാഹിന് പവർ എന്താ അപ്പൊ ഷാഹിന് ഒരു പുച്ഛല ഷാഹിന് കമ്മീഷനോ മുന്നിൽ കമ്പിട്ടീന് ഞാൻ പറയും. പപ്പുളിയുണ്ടല്ലോ പേരന്റെ മുന്നിൽ കമ്പിട്ടീന് സഹനവാസിനോട് കമ്മീഷൻ ചെയ്യുന്ന ആളാണോ? അതിന്റെ ആ കഥ പറഞ്ഞ നിസാമാണ്. ഒരാളീ സഭയിലില്ലെങ്കിൽ ഓന്റെ കുറ്റം പറയണ്ടോ നിസാമ? ആരാണ് ഈ സഭയില്ലാത്ത? ഓന്റെ കുറ്റം മാത്രം പറയണ്ടോ? ഞാൻ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞ കുറ്റം പറയാം ഇവിടെ. ആ പറയും ഞാൻ മാറൂല ഇവിടുന്ന്. ആ കുട്ടിനെ കാര്യല്ല, ആ കുട്ടിനെ എടുത്താ കുട്ടിനെ എടുത്ത് കാണിച്ചാ റീനോ കുട്ടി. ആ ഇല്ല നടക്കൂല, പോസിബിൾ അല്ല. അത് കുട്ടി ഇപ്പൊ കുട്ടിയാണ്, അപ്പുറം പോകൂല. ഇതിനിടെ ബ്രേറ്റ് വ്യൂ നടത്തണോ? അന്നെന്താ പ്രശ്നം? എന്റെ കല്യാണം നടക്കുന്ന സങ്കടമാണെങ്കിൽ ഇപ്പൊ തന്നെ മറ്റേ ഇത് പിടിച്ചിക്കണേ. ഏതായാലും ഇന്നലെ വരെ കൂറയിനോ? ഓ റിനു കുടുംബശ്രീ അംഗീകരിച്ചിരിക്കണ? എടാ ഒരു വന്നിട്ട് കൂട്ടിക്കണോ? അതോ 30 കൂട്ടി വെക്കണോ? പോന്നോ? അപ്പൊ നിയാസ എനിക്ക് എന്റെ കുട്ടീന്റെ ബർത്ത്ഡേ ഒരു കേക്ക് കഴിക്കാൻ പറ്റില്ല. ഷുഗർ അല്ല എനിക്ക്, ഷുഗർ സാറിന് കാണിക്കും. സാറ് ഇത് കഴിക്കൂല, ഓന് ഷുഗറാണ്.
താത്ത ഏത് ചടങ്ങിലും ഇപ്പൊ ഓട്ടന്മാരൊക്കെ കിട്ടൂല എന്നിട്ട് പറയിപ്പിച്ചാല് രാമേട്ടൻ പറഞ്ഞ അടി അടക്കണേ. ഇങ്ങനെ റിനോ ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്ക്. വാടാ പ്രണുപ കട്ട വക്കല്ല പ്രണു ആ കുട്ടിനെ പോകും. അപ്പേ നിനക്കും വേണ്ടെങ്കിലും ഒന്ന് ഇതെന്തെന്ന് അറിയണില്ല, പരിപാടി അറിയണില്ല ഇവിടെ. ഹിമേ ഇവിടെ നോക്ക്, ഇത് പുതിയ അപ്ലാനാണ് ഇത്. ഇന്ന് കേക്ക് കൊടുന്ന ഷൂ, തിരുമ്പി കൊടുന്ന ഷൂ. ഇത് പൊലിവാണിത്, 7ാം തീയതിക്കത്തെ പൊലിവിലാണിത്. ഇന്ന് ഹിമേ ഇന്ന് വടംവലിയില് ഫസ്റ്റ് ഹിമക്ക് ഉള്ളി ആ ഓള് ഒറ്റക്കൊരു സൈഡിലും സർപ്രൈസ് വിളിച്ചോ. ആ അടുത്ത് നിക്ക് ഇജനെ എവിടുന്നൊക്കെ ചാടി വന്നു പെട്ടെന്ന് ചാടി നമ്മളെ. നിമി ഇങ്ങോട്ടൊക്കെ നിമി ഇവിടൊക്കെ നിമി. ഏതാണ് ഷോട്ടൊക്കെയാ. കുട്ടിക്ക് സന്തോഷം. കുട്ടി നോക്കിയാ നിസാമ ആകർഷിക്കുന്നുണ്ട് കവറ്. ഒരു സൈഡിൽ നിന്നില്ല ഒരു പൊട്ടിട്ട് കഴിച്ചു. നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ പോട്ടോ നിസാമ അബിയ. ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മള് കുറെ ആൾക്കാരുണ്ട്. സലീല്, ജുനൈദ്, അവർക്ക് എത്താൻ പറ്റില്ല. ഓല് അവിടെ കടയിൽ ചെറിയ തിരക്ക് കാരണം. അതുപോലെ നമ്മൾ ഇതില് ഓർക്കും വേണ്ടിയിട്ട് നമ്മളിപ്പോ കൊടുക്കുന്നതാണ്. ഓക്കെ, ചെറിയൊരു ഗോൾഡിന്റെ ഒരു കമ്മല് ആ വരുന്നു. പ്രണോപിടാട്ടൻ വരുന്നുണ്ട്. അപ്പോ പറഞ്ഞ കൊടുത്ത് കുറച്ചും കൂടെ ന്യാസം കൊണ്ട് എടുത്താ വാങ്ങിക്കോ. വാങ്ങിക്കോ അഫിയോ. ഹാപ്പി ബർത്ത്ഡേ പറ ഹാപ്പി ബർത്ത്ഡേ. എന്താ പറഞ്ഞ അച്ഛൻ പറ എല്ലാരും ഉറക്കെ പറ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ. എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ പറയാ എല്ലാരും ഉറക്കെ എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ നേമി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ന് കേക്ക് കൊടുത്ത അടിയാണ്. ഫോട്ടോ അത് ഗ്യാപ്പ് കൂടെ അതൊരു ആർഭാടം പരിപാടി. എങ്ങനുണ്ട്? പ്രണോബ് ഷാഹിനോടുക്ക് ഹിമ പറ ഫസ്റ്റ് ഷാഹിലിന് കൊടുക്കണം. അതോ പ്രണോബ് കൊടുക്കണം? എന്താ അവിടെ കൊടുക്കണം?
ഷായില കൊടുക്ക്. ഷായിൽ വാ കമോൺ. കേക്ക് കഴിക്കണ്ട ഓല അങ്ങോട്ട്. നിയാസിന് കൊടുത്താ മതി. നിയാസിന് കൊടുത്താ മതി. ഷുഗർ കയറി ഇന്ന് രാത്രി കൊണ്ടുപോകാൻ വേണ്ടി വരും. പായക്കുട്ടി ഷർട്ട് വെല്ല വെല്ല കൊറേ എടുക്കണ്ട. വെറുതെ ഒരു ചെറിയ ടച്ച് ചെയ്തെടുത്താ മതി. നിയാസിന്റെ വായിക്ക്. പ്രണവ് ശ്രദ്ധിക്ക്. റെഡി യുവമിഥുനങ്ങൾ ഇവർക്കാശംസകളെ. ചുളിവില് ചെക്കനെ റേറ്റ് കഴിഞ്ഞു. പ്രണവ് ഹിമ കൊടുക്ക്. ചെറിയ കുട്ടി കഴിക്കണില്ലേ? കുട്ടിക്ക് കേക്ക് കൊടുക്കാൻ പറ്റൂല. ആർക്ക്? നമ്മക്ക് കൊടുക്കി. രോമൊക്കെ വളഞ്ഞിക്കുന്ന നിയാസിനെ കാണുമ്പോ ചടച്ചിട്ട്. നിങ്ങള് നമ്മൾ കൊടുക്കണം. ഹിമാഫിയ കൊടുക്ക്. പ്രണവ് ഇങ്ങളും ഇതെന്ത് പരിപാടി? കുട്ടി കേക്ക് കഴിക്കണം, അതല്ല പ്രശ്നം. ഡാഡി ഒരു ഡാഡി മറവായി നിക്കലർ തന്നെ. എടാ പ്രണവേ 90s അല്ലേ 70s ഒക്കെ എടൊക്കെ പ്രായമുള്ള ആൾക്കാര്. കൊടുക്കുവോ? അപ്പൊ ഞാൻ എന്നൊക്കെ ഉണ്ടാക്കി വരും. പ്രണവും സായിലും കല്യാണം കഴിയണം. ആഫിയ ഉള്ളോട്ടം എന്തിനാ? പിന്നെന്തിനാ അബിയ ആ ബേട്ടിന് കൊടുത്തളാ. അല്ലെങ്കിൽ പ്രശ്നമാവും, വിഷയാവും. ഹൃദയത്തിലാണോ സായില? ഷായിലിന് മൊത്തം ഭയങ്കര വിഷമുണ്ടല്ലോ. നല്ല കപ്പോട്ടോ നിങ്ങള്? സന്തോഷം. നമുക്ക് അതിലോട്ട് പോയിക്കോളൂ. ഫോട്ടോ ഇവിടെ പോയിക്കോളൂ. ഹിമത്തിലേക്ക് ഒക്കെ എന്തൊരു മടി. ഇവിടെ പോയിക്കോളൂ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ. പോട മോനെ. ഫോട്ടോഗ്രാഫർ ക്ലിയറാണത്.
എങ്ങനുണ്ട്? അവര് ഹാപ്പി വിജയിച്ചു. അത് നിങ്ങളവിടെ എത്ര കുറെ നിസാം ഒരു വിജയിച്ചു. നമ്മള് വിജയിച്ചു, പരിപാടി വിജയിച്ചു. എന്താണ് അപ്പൊ ഒന്ന് ഇതാക്കി ഓപ്പൺ ആയിക്കാം. എല്ലാരോടെ പോയിരുന്ന ഷായിൽ പെടുന്ന ഇത്രയും എല്ലാവർക്കും ഇവിടെ ഉണ്ടായിട്ട് ഷായിലിന് മാത്രം ഒറ്റയ്ക്ക് പോലെ പ്രസിഡന്റോ എല്ലാ ബിഗ് ബോസ് എല്ലാരും ബിഗ് ബോസ് ആണ്. എന്താ ചെയ്യണം മനുഷ്യന്മാരോ അനക്ക് പറയാനുണ്ട്. എന്താ ഞാൻ പറയാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. അതെ പക്ഷെ കണ്ണീരോടെ വെച്ചിട്ടേ ഇതെന്താ ബീട്രൂട്ടിന്റെ സോസ്. ഓക്കെ ക്യാരറ്റിന്റെ സോസ്. ഓക്കെ ക്യാരറ്റ് ഒന്നുമല്ല, തക്കാളിയാണ്. നമ്മൾ അടിച്ചു തീർക്കും. ഇത് പറയേ ഇത് തക്കാളിയാണ്. ഇത് തക്കാളിയാണ്. ടൊമാറ്റോ. ഓക്കെ ബീട്രൂട്ട്. നേരെ അങ്ങനെ തിരിച്ചു മറിച്ച പോലെ. ഓക്കെ ബിരിയാണി മാമു ആണോ? ബിരിയാണി മാമു ആണോ? പിന്നെ എന്താണ്ട് ബീഫ് ബിരിയാണി ആണോ? ബീഫ് ബിരിയാണി വേണോ എനിക്ക്? വീലട്ടോ. പിന്നെ ഞാൻ പറഞ്ഞോളെ ഇവിടെ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ചെറിയൊരു മുറിയൊക്കെ ഉണ്ടാക്കി. ബീഫ് ബിരിയാണി ആണോ ചിക്കൻ ബിരിയാണി ആണോ എനിക്ക്? ബീഫ് ബിരിയാണി ആണോ ചിക്കൻ ബിരിയാണി ആണോ? പറ അപ്പേട്ടാ. ഇത് പറയണ്ടോ? ബീഫ് ബിരിയാണിയോ? ബീഫ് ബിരിയാണി എത്ര വേണം എനിക്ക്? 3 ഓക്കെ ഓക്കെ. നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ്. നമ്മൾ നിലമ്പൂർ റോഡ് തന്നെ നമ്മളെ ഫർസന്റെ തൊട്ട് എടുത്ത് തന്നെയാണ് സ്മൈൽ. നല്ലൊരു ആംബിയൻസ് ആണ്. എല്ലാവർക്കും ഇങ്ങനെ കൂടാനൊക്കെ പറ്റിയൊരു നല്ലൊരു പ്ലേസ് ആണ്. ഇത് വെറും കുടുംബശ്രീ താത്തമാരുണ്ടത്. കോഴിക്കോട്ടമ്മായും ടീച്ചറാണ്. അംഗങ്ങൾ മീറ്റിംഗ് കൂടി അതിലൊരു നുണച്ചിയെ പ്രസിഡന്റുമാക്കി, മറ്റൊരു നുണച്ചിയെ സെക്രട്ടറി ആക്കി. ആ രണ്ടാൾക്കാരെ ആ പാട്ടൊന്നും ഇവിടെ ഉറക്കം പാടാൻ പറ്റുമോ? എന്നാ എനിക്ക് ഹിമ എത്ര പേടി? ഒന്നുമില്ല, നമുക്ക് വേണ്ടപ്പെട്ട ആളുടെ ഭാര്യയാണല്ലോ, അത്ര. അപ്പളൂല പ്രണോബിന് മാത്രം എഴുതിട്ട് അല്ലേ? പ്രണോബിനോ എവിടെ കല്യാണം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണോ? പറ ഓൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങില്ല. കണ്ണിച്ച് കണ്ണു കയ്യൊന്നും കാട്ടാൻ നിക്കണ്ട. അതാ അയച്ചു. ഓൻ പറഞ്ഞു ഓൻ പുറത്തിറങ്ങത്. അതറിഞ്ഞ ഞങ്ങൾക്ക് അതറിഞ്ഞ ഓൻ കുട്ടി മിണ്ടണില്ല. കുട്ടി മിണ്ടണില്ല നിയാസ. അപ്പൊ അത് അവിടുത്തെ അല്ല, ഇവിടുത്തെയാണ്. ഇവിടുത്തെ താല്പര്യ പ്രകാരമാണ്. ഇല്ല എന്ത് അത് ഞാൻ കരുതുന്ന ഇപ്പോൾ പറഞ്ഞോളേ. പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ടല്ല. പക്ഷെ ഇടി ഇല്ല മുട്ടും കൈ. എന്താണ് അവിടെ കുടുംബശ്രീ മീറ്റിംഗ് കുടുംബശ്രീ അംഗങ്ങൾ മീറ്റിംഗ് കൂടി അതിലൊരു നുണച്ചിയെ പ്രസിഡന്റുമാക്കി, മറ്റൊരു നുണച്ചിയെ
ആ പാട്ടിന് ലാസ്റ്റ് വരുവാണ്. അതിലൊരു നുണച്ചിയെ പ്രസിഡന്റും ആക്കി മറ്റൊരു നുണച്ചിയെ സെക്രട്ടറി ആക്കി. ആ കൂട്ടായ്മതേ നിസാമിന് ഫുഡ് പപ്പ റഷക്ക് നേരം വെക്കുന്നുണ്ട്. ഇതിലേതാ ഹണി അൽഫാം പറഞ്ഞു ഒരു അനീഷ ഹണി അൽഫാം പറയുന്നു. ആ ഓക്കെ പിന്നെ 5 പീസ് പെരി പെരി ഷവായും പിന്നെ 5 പീസ് നോർമൽ ഓക്കെ. അപ്പൊ വരെ എല്ലാവരും ഇരിക്കട്ടോ. എല്ലാവരും കൈയ്യേക്കുന്നേ. അതെ ഒന്ന് വാരി കൊടുത്തു വാരി കൊടുത്ത അവിടെ കഴിക്ക് ഫസ്റ്റ് മാറി രസം കിട്ടു. അതെന്താ ഒറ്റ കിട്ടിയിട്ട് ഇങ്ങോട്ട് ഷായില ഒന്ന് കണ്ണീരടച്ചാ. ഈ ഷർട്ട് ഇട്ടൊന്ന് സത്തിലാവണോ ഇല്ലെങ്കിൽ ഓക്കും ബുദ്ധിമുട്ടാണ് ഇച്ചും ബുദ്ധിമുട്ടാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഇനി പിരിയാൻ പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരേക്കും ബൈ.